ഇല്ലാത്ത വാർത്ത കൊടുക്കുന്നവരല്ലേ ചിലതൊക്കെ. അല്ലല്ല അങ്ങനെ പറയരുത്. എല്ലാവരും അങ്ങനെ കാണരുത്. എല്ലാവരും അത്രക്കാരല്ല. ഇല്ലാത്ത വാർത്തകളൊന്നും കൊടുത്തിട്ടില്ല. അങ്ങയോടെ പറഞ്ഞ ബാക്കി ആരോടുമല്ല. ഹരിദാസിന്റെ വാർത്തകാരിയെ ഞാൻ പറഞ്ഞു. മുഖം നോക്കാതെ കാര്യങ്ങൾ പറയുന്നുണ്ട്. വിഷമം തോന്നിട്ടില്ല. അല്ല, എന്റെ ഓഫീസ് എന്റെ PA കൈക്കൂലി വാങ്ങിച്ചു കള്ളവാർത്ത കൊടുത്ത എന്റെ ചില നേരത്തെ പ്രവൃത്തികൾ കാണുമ്പോഴേ ചിരി ചിരി ചിരിച്ച് മണ്ടപ്പം. നിന്നോട് ആര് പറഞ്ഞു ഈ വിട്ടിത്തം? എന്ത്? അല്ല, അതുകൊണ്ടാണ് ഈ പറഞ്ഞത് പറഞ്ഞാൽ മതി. ഞാൻ ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ വന്നതല്ല. ഒരു ചെറിയ തട്ട് തട്ടിയാ മതി. ഡെഡ് ബോഡി ആകരുതേ. അതുകൊണ്ടാണ് മന്ത്രി എന്തുകൊണ്ടാ പരാതി കൈമാറിയില്ല? എന്തുകൊണ്ട് നടപടി എടുത്തില്ല? റിപ്പോർട്ട് വാർത്ത പുറത്തുകൊണ്ടുവരുന്ന മന്ത്രിയുടെ സ്റ്റാഫൊക്കെ എവിടെയായിരുന്നു? പടച്ചവനെ തീവണ്ടിക്കാണല്ലോ തല വെച്ചത്. ഉത്തരം പറ. അത് ഞാനൊരു കാര്യം പറയട്ടെ. ഞാൻ അങ്ങയോടാണ് ചോദിച്ചത്. അതുകൊണ്ട് ഞാൻ തന്നെ മറുപടി പറഞ്ഞു. വ്യക്തമാക്കണം, വിശദീകരിക്കണം എന്നൊക്കെ പറയുമ്പോഴേ വ്യക്തത സഹോദര അവസാനം വിപ്ലവം ഉണ്ടായ വഴി പറയുമ്പോഴാണോ ഇടയ്ക്ക് കയറുന്നത്? കളക്ടർ വ്യക്തമാക്കണം, വിശദീകരിക്കണം എന്നൊക്കെ പറയുമ്പോഴേ നിങ്ങളോട് ഏതുകൊണ്ട് മുൻവിധിയോടുകൂടി പെരുമാറിയത് പോലെയാണ്. ഇത് കളക്ടറാണ് വിശദമാക്കേണ്ടത്. ഞാൻ ഇറക്കിയ ഉത്തരവൊന്നുമല്ല. പക്ഷേ അത് കളക്ടർ വിശദമാക്കണം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ വിശദീകരിക്കാറുണ്ടോ കാര്യങ്ങൾ? ഞാൻ അങ്ങയോടാണ് ചോദിച്ചത്, മറ്റൊരു മാധ്യമ പ്രവർത്തകരോടും അല്ല. ഇവിടെ കയറി വന്ന് ന്യായം അന്യായം പറയാൻ നമ്മളാരാണാവോ? അപ്പൊ ആ രീതി എനിക്ക് പറയേണ്ട കാര്യമില്ല. എനിക്കറിയാലോ. അല്ല, എപ്പോഴും അങ്ങനെയല്ലേ പറയുന്നത്. നിങ്ങളുടെ ചർച്ചകളിൽ എന്റെ പടം വെച്ച് കൈക്കൂലി വാങ്ങിച്ചു കൊടുക്കുമ്പോ എന്റെ കാര്യം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? മതി എടാ കിടന്നുരുളാതെ. പറഞ്ഞിട്ടുണ്ടല്ലോ. ഞാൻ എടുത്തു തരാലോ. മന്ത്രിയിലേക്കാണ് നിങ്ങളുടെ ചർച്ചകൾ ഞാൻ എടുത്തു കാണിക്കാലോ. തൊലിക്ക് നല്ല കട്ടിയാണല്ലേ. ഞാൻ പറയാം, മന്ത്രിയുടെ ഓഫീസിൽ പരാതിയുടെ അടിസ്ഥാനത്തിൽ തന്ന ഒരു പരാതി ചോദിക്കാനുള്ള ധൈര്യം കൊള്ളാം. നീ പേടിക്കണം. അത്രേ ഉള്ളോ? ഇത്രേ മതിയോ? ഒന്ന് പോവാടാ മരമാക്കി പോയി തരത്തി പോയി കളിക്കടാ. ഞങ്ങൾ റിപ്പോർട്ട് ചെയ്ത വാർത്തയിൽ ഉത്തരവാദിത്തം ഉള്ളതുകൊണ്ട് തന്നെയാണ് ചോദിക്കുന്നത്. മന്ത്രി തന്നെയാണ് വിഷയം എടുത്തിട്ടുള്ളത്. ഉത്തരവാദിത്തം എവിടെയായി കൈക്കൂലി വാങ്ങിച്ചോ? കുറ്റപത്രം സമർപ്പിക്കാൻ പോലീസല്ലേ ചോദിച്ചോ? ഇതൊരു നടക്കി പോണ ലക്ഷണില്ല. മന്ത്രിയുടെ പോലീസില് മന്ത്രിയുടെ ഓഫീസിൽ തന്ന ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾ 2 ഡേറ്റ് പറഞ്ഞില്ലേ? എന്റെ PA അന്ന് അവിടെ ഉണ്ടായിരുന്നെങ്കിൽ അത് ആര് തന്ന പരാതിയാണ്? അല്ല അത് പിന്നെ നീ എത്ര അഡ്ജസ്റ്റ് ചെയ്താലും ശരിയാവില്ല. നിന്റെ മുഖത്ത് ഇപ്പോഴും ഉണ്ട് ഒരു ചമ്മല്. ഞാനൊന്ന് പറഞ്ഞോട്ടെ. നിങ്ങൾ ഇങ്ങനെയല്ലേ വാർത്ത കൊടുക്കുന്നത്? പരാതിക്കാരുടെ പരാതിയും പൈസ വെച്ചിട്ടുണ്ടല്ലോ. നിങ്ങളോട് സംസാരിക്കാൻ താല്പര്യപ്പെടുന്നില്ല. അറിയില്ലേ അവളുടെ സ്വഭാവം? ന്യായമായാലും അന്യായമായാലും അവളുടെ ഭാഗം ജയിക്കണം. എന്റെ ഓഫീസിനെ കൊടുക്കാൻ ശ്രമിച്ചില്ലേ? പിന്നെ അന്ന് ഹരിദാസിന്റെ വിഷയം നിങ്ങൾ എത്ര ഫോൺ കോൾ ഹരിദാസിനെ വിളിച്ചു? ഞാൻ വിളിച്ചിട്ടുണ്ട്. ഞാൻ പോലീസിന് മൊഴിയും കൊടുത്തിട്ടുണ്ട് മാഡം. പോലീസ് സ്റ്റേഷനിലെത്തി നിങ്ങൾ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുമ്പിൽ ഞാൻ മൊഴിയും കൊടുത്തിട്ടുണ്ട്. ഇത് മനഃപൂർവ്വമാണ്. അതിന് ഞാനും ചെയ്തില്ല. അതെ, നീ ഒന്നും ചെയ്യുന്നില്ല. കളക്ടർ പറഞ്ഞ അതിൽ നിങ്ങൾ തന്നെ ഇന്നലെ മാധ്യമങ്ങൾ വന്ന് പറഞ്ഞു. നിങ്ങൾ വന്ന് പറഞ്ഞ എന്താണ്? ഞങ്ങളെ അവിടെ ഞങ്ങൾ പറഞ്ഞിട്ടില്ല. 2023 ചെയ്തിട്ടുണ്ട്. എനിക്കറിയാടി നിന്നെ. അക്കാൻ മാത്രമല്ല നിക്കാനും പഠിച്ചവനാ നീ. അപ്പൊ അതിൽ ഒരു ഓപ്പൺ ഹാർട്ടോട് കൂടി കളക്ടർ പറഞ്ഞു അത് ഞാൻ മാറ്റിയെടുക്കാം. പക്ഷെ അത് വ്യക്തമാക്കണം എന്നൊക്കെ പറയുന്ന സമ്മാനത്തിനല്ലേ? സ്റ്റാൻഡിൽ പിടിച്ചോളാം തെളിവോടെ. പിടി കൂടുമ്പം ബബ്ബാന്ന് പറയരുത്. തൽക്കാലം ഇത്രയും മതി. വരട്ടെ. ഇത് ഇവിടെ ഇരിക്കട്ടെ, ഞാനൊന്ന് കിടക്കട്ടെ.